ഇത്ര നല്ലവനായ എനിക്ക് ഒരു നോബൽ സമ്മാനം തന്നുകൂടി, അതും സമാധാനത്തിൻ്റെ. എന്നെ ഒരുമാതിരി ചത്ത കിളികളെ പോലെയാണ് നിങ്ങൾ കാണുന്നത്. എനിക്കത് പിടിക്കുന്നില്ല. ട്രംപ് അവസാനം സമ്മാനത്തിന് വേണ്ടി കാല് പിടിക്കണം. ഈ ട്രംപിന്റെ ഒരു കാര്യം അറിയാമോ? സമാധാനത്തിനാണ് സമ്മാനത്തിന് പോകുന്നത്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം വേണം. പക്ഷെ പോകുന്ന രാജ്യങ്ങളൊക്കെ തമ്മിലടിച്ച് ചോരോടിയാണ് ഇയാളെ ജോലി. എന്നിട്ട് പറയാൻ എനിക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം വേണത്. ഇപ്പൊ എന്താ പുതിയത്? രാവിലെ കണ്ണും തിരുമ്മി അഴിക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കും, നേരെ കാണുന്ന ഇന്ന് അവനിട്ട് കൊടുക്കാം, ഇന്ന് അവനിട്ട് കൊടുക്കാം, എന്നിട്ട് അതിരുന്ന് സ്ഥിര സ്വഭാവമാ. ചില ഊളകളുണ്ടല്ലോ, അമേരിക്കയ്ക്കുള്ളിലും പുറത്തും ഇദ്ദേഹം വന്നതിന് ശേഷം സമാധാനം ഇല്ല. ചില ഊളകളുണ്ടല്ലോ, ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണ ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് ചുമ്മാ ഇരുന്ന് ഓരോ വളവളാ പറയാനുള്ള ഊള. അതിന്റെ വേറൊരു ഇപ്പം പരിഭവത്തിലാണ് സംസാരിക്കുന്നത്. അഹങ്കാരം കുറച്ച് കുറഞ്ഞു. അതായത് ഈ ലോകമേ ശരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. നല്ലവനായ ഉണ്ണി. അപ്പൊ ഇത്രയും നല്ലവനായ ഒരു പ്രസിഡന്റിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യം. ഞാൻ വന്നതിന് ശേഷം എന്തെല്ലാം ഞാനിവിടെ ചെയ്തു. എനിക്ക് പക്ഷെ കിട്ടുന്നത് എന്താണ്? തകർന്ന എസ്കലേറ്റർ കിട്ടുന്നത്, തകർന്ന എസ്കലേറ്റർ ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ ടെലിപ്രോംപ്റ്റർ. ഇതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ടെലിപ്രോംപ്റ്റർ അറിയായിരിക്കും. നമ്മൾ മാധ്യമപ്രവർത്തകർക്കൊക്കെ ടെലിപ്രോംപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിയിരിക്കുന്ന സാധനം ഒരു സ്ക്രീനിൽ നമ്മൾ നോക്കിയേ വായിക്കും, വാർത്തകൾ വായിക്കുന്നത്. ഇതും ആണ് എനിക്ക് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. തകർന്ന എസ്കലേറ്ററും തകർന്ന ഈ ടെലിപ്രോംപ്റ്ററും. അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ദാരിദ്ര്യത്തിലാണെന്നാണോ എന്താണെന്ന് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് അതിന്റെ വിശദ വാർത്തയിലേക്ക് പോകാം. ഇന്നലെ UN നടന്ന പൊതുസഭ, അതായത് ജനറൽ അസംബ്ലി എന്ന് പറയും, ഇതിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഒരു സംഘർഷത്തിന്റെ കാലാവസ്ഥയാണ്. ഇസ്രായേലാണ് എല്ലാവരും പറയുന്ന വില്ലൻ. ഖത്തറിനെ ആക്രമിക്കുന്നു, ഇറാനെ ആക്രമിക്കുന്നു, പാലസ്തീന്റെ ഹമാസിനെ ആക്രമിക്കുന്നു. ഇത് അതായത് മതം പൊട്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ പാലസ്തീന് 142 രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം അംഗീകാരം കൊടുത്തതൊക്കെ സ്വതന്ത്ര പരമാധികാരമായി അംഗീകരിക്കുന്നു എന്ന് 142 രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് കണ്ടു കാണുമല്ലോ. അപ്പോൾ അത് ഇവിടുത്തെ മാപ്രകളൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതായത് UN അംഗീകരിച്ചു, 142 രാജ്യങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത്, കണ്ടില്ലേ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കണ്ടില്ലേ. അത് ഇസ്രായേലിനെ ഒറ്റപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മാധ്യമങ്ങളിലേക്ക് വരുന്നത്. തമ്പുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇസ്രായേൽ ഒറ്റപ്പെടുന്നു, നെതന്യാഹു ഒറ്റപ്പെട്ട് അവിടെ ഒരു മൂലയ്ക്ക് പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇസ്രായേൽ ഒറ്റപ്പെടൽ ആദ്യമായിട്ടല്ല നേടുന്നത്. ഇത് ഇവര് പൈസ കൊടുത്ത് കാശ് മുടക്കി ജൂതന്മാർ ഈ ഭൂമിയെല്ലാം വാങ്ങിച്ച് ഒരു രാജ്യം രൂപീകരിച്ച് അതിന്റെ പിറ്റേ ദിവസം തൊട്ട് അടി തുടങ്ങിയവന്മാരാണ്. 1947 രാജ്യം അന്ന് ഇസ്രായേലിൽ കാല് പിടിച്ച് ജോർഡാന്റെ അടുത്തൊക്കെ പറഞ്ഞു നമ്മളിപ്പോൾ ആക്രമിക്കരുത്. 4 സൈഡിൽ നിന്നും അറബിക്കൂട്ടം ആക്രമിച്ച് തിരിച്ചടിച്ച് 4 തോപ്പിച്ച്. അപ്പൊ അന്ന് അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന അതായത് നമ്മളിപ്പോ ഇസ്രായേൽ പാലസ്തീൻ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, അടികൊണ്ടവന്റെ കൂടെയാണ് നമ്മൾ എന്ന് പറയുന്നത്. പാലസ്തീന്റെ അടികൊള്ളുന്നതിന്റെ കൂടെയാണ്. ശരിക്കും നമ്മളൊരു വിഷയം എടുക്കുമ്പോൾ വസ്തുതാപരമായിട്ടാണ് നമ്മളൊരു അടികൊണ്ടവനാണോ, ചിലപ്പോൾ അടികൊണ്ടവനായിരിക്കും പ്രശ്നം അല്ലേ, അടികൊണ്ടവൻ. അപ്പൊ നമ്മൾ വസ്തുതാപരമായിട്ട് ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നിൽക്കേണ്ടത്, അടികൊണ്ടവൻ. ഇനി അടികൊണ്ടവന്റെ കൂടെ തന്നെ നിൽക്കണമെന്നാണ് നിർബന്ധമെങ്കിൽ ഇവർ ശരിക്കും നിൽക്കേണ്ടത് ഇസ്രായേലിന്റെ കൂടെ. കാരണം ഇതുപോലെ അവഗണന, ഇതുപോലെ ടോർച്ചർ നേരിട്ട ഒരു ജനത ഇല്ലെന്ന് തന്നെ പറയാം. കേരളത്തിന്റെ അത്രേ ഉള്ളൂ, 60 ലക്ഷം എങ്ങാണ്ട ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത്ര ഇസ്രായേൽ അല്ല, ഞാൻ പറയുന്നത് ഇവര് ചരിത്രം മൊത്തം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കുരിശിലേറ്റി എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ വർഗം എന്ന് പറഞ്ഞ് വേട്ടയാടപ്പെട്ട ഒരു ഹിറ്റ്ലർ വേട്ടയാടി ഇതൊക്കെ നമുക്കറിയാം. അവർക്ക് അഭയം കൊടുത്തത് ഇന്ത്യ മാത്രമാണ്. ആ സ്നേഹം അവരുടെ പാഠപുസ്തകങ്ങളിൽ വരെ ഉണ്ട് ഇന്ത്യ. അതെ, അങ്ങനെ പാഠപുസ്തകങ്ങൾ വരെ ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലത്തെ ഒരു ജനതയാണ് ഇവർ. രാജ്യം രൂപീകരിച്ചിട്ട് വെറുതെ വിട്ടോ? ഇല്ല. ഈ പറയുന്ന എന്താ പറയാ 10 അതായത് നമ്മുടെ രാജ്യം ഇവർ പൈസ കൊടുത്താണല്ലോ ഈ ഭൂമിയെ വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ഉടമകൾക്കും പൈസ കൊടുക്കും, അവിടെ താമസിക്കുന്ന ഈ കുടിയേറ്റ കൃഷിക്കാർക്കും പൈസ കൊടുക്കും, അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ പൈസ കൊടുത്താൽ നല്ല ചിക്കിളി എറിഞ്ഞാണ് ഈ ഭൂമി വാങ്ങിക്കുന്നത്. അപ്പൊ ഇത് വാങ്ങിക്കുന്ന സമയത്ത് 10% എന്താണ് ഇസ്രായേൽ, 90 അറബിക്കും 10 ജൂതനും എന്നുള്ള രീതിയിലാണ് ആദ്യം കൊടുത്തിരുന്നത്. അത് പിന്നീട് അപ്പൊ എന്താണ് ഈ 90-ലും കുറെ മരുഭൂമിയാണ് നമ്മളെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അറബികൾ പിന്നെ പറഞ്ഞപ്പോ ശരി എന്നാ പിന്നെ 55-45 എന്നും പറഞ്ഞു കൊടുത്ത്. അതായത് 55 ജൂതനും 45 അറബിക്കും. അപ്പൊ ഇതില് ഈ നെഗേവ് മരുഭൂമിയൊക്കെ ഇസ്രായേലിലാണ്. ഈ മരുഭൂമിയാണ് 55-നകത്തുള്ള
കൂടുതലും. അപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 45 നമുക്കുള്ളൂ. 45-ൽ 40 നല്ല ഭൂമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയൊക്കെ കിട്ടി. എന്നിട്ട് ആണ് അപ്പൊ ഇവരെ ഒരു സാങ്കല്പിക രാജ്യം, ഈ പാലസ്തീൻ സാങ്കല്പിക രാജ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും വിരളി കൊണ്ടുന്ന ഒരു വിരളി കൊണ്ടു. കാരണം സാങ്കല്പിക രാജ്യം എന്ന് പറഞ്ഞാൽ സാങ്കല്പിക രാജ്യം തന്നെയാണ്. UN-ൽ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, 142 രാജ്യങ്ങൾ അംഗീകരിച്ചു. അത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് UN-ൽ വേണമെങ്കിൽ ചന്ദ്രനെ പിളർത്തി എന്ന് വേണമെങ്കിലും നമുക്ക് ഒരു പ്രമേയം പാസ്സാക്കി എടുക്കാം. യക്ഷിയുണ്ട്, പ്രമേയം പാസ്സാക്കി എടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗബ്രിയേൽ എന്നുള്ള മാലാഖയുണ്ട്, ഈ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണെന്ന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രമേയം പാസ്സാക്കി എടുക്കാം. ഇതൊന്നും വലിയ കാര്യമില്ല. 142 പേര് അംഗീകരിച്ചു, അത് ഭൂരിപക്ഷം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് പാസ്സാവും. അത് സത്യമാണോ ഇല്ല, ഭൂമി വരുന്നതാണ്. 142 രാജ്യം അംഗീകരിച്ചത് അത് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അതിനൊന്നും ഒരു കാര്യമുള്ള കാര്യമില്ല. നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് എന്താണ്, താൻ പലസ്തീൻ എന്നുള്ള രാജ്യം താൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ 80ാമത്തെ പൊതുസഭയായിരുന്നു ഇത്. ഇവിടെയാണ് ട്രംപ് വളരെ നിശ്ചിതമായി വിമർശിച്ചു 2 രാജ്യങ്ങളെ. ഒന്ന് റഷ്യ, ഒന്ന് ഇന്ത്യ. അതായത് ഇന്ത്യയാണ് റഷ്യയുടെ ശക്തി. അതായത് ഈ യുദ്ധം ഇവരെ ചെയ്യാൻ സഹായിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇതിനെല്ലാം കാരണം ഇന്ത്യയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ എങ്ങനെ ഓങ്ങിയിട്ടേക്കുന്നു എന്നുള്ള രീതിയിൽ ട്രംപ് സംസാരിച്ചു. അതുപോലെ റഷ്യയെ പറ്റിയും വളരെ നിശ്ചിതമായ ഭാഷയിൽ സംസാരിച്ചു. ഉപരോധങ്ങൾ കടുപ്പിക്കണം, യൂറോപ്പിന്റെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. അതിനിടയ്ക്കാണ് ഈ നോബൽ പ്രൈസിന്റെ കാര്യമൊക്കെ ഇദ്ദേഹം പറഞ്ഞത്. ഇസ്രയേലിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 142 രാജ്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് അദ്ദേഹം പറഞ്ഞത് ഇഷ്ടമായിട്ട്. 142 രാജ്യങ്ങൾ സമാധാനം വേണം, പശ്ചിമേഷ്യയിൽ സമാധാനം വേണം, അതുകൊണ്ട് നമ്മൾ പാലസ്തീൻ അംഗീകരിക്കുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞത്. അങ്ങനെ സമാധാനം വേണമെങ്കിൽ ആദ്യം 48 മറ്റേ ഇതുണ്ടല്ലോ, പിടിച്ചോണ്ട് പോയവരുണ്ടല്ലോ, ബന്ദികൾ, 48 ബന്ദികൾ അഴിച്ചുവിടാനാണ് അതിനൊന്നും നിങ്ങൾ മിണ്ടാത്തതെന്ന് ചോദിക്കുന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ലേ ആദ്യം ചെയ്യേണ്ടത്. 48 ബന്ദികൾ അഴിച്ചുവിട്ടിട്ട് സമാധാനം ഉണ്ടാക്കിയ മതി എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ട്രംപിന്റെ നോബൽ സമ്മാനത്തിനെ പറ്റിയൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. അതായത് അദ്ദേഹം വന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതായത് 530 ബോംബാണ് നമ്മുടെ ബൈഡൻ 4 വർഷം കൊണ്ട് ഇട്ടത്. ബോംബെന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബോംബ്, രാഹുൽ ഗാന്ധിയുടെ ബോംബല്ല. അപ്പോൾ ട്രംപ് 7 മാസം കൊണ്ട് 550 ബോംബുകൾ ഇട്ടു. അപ്പൊ ഇനിയുണ്ട് 3.5 കൊല്ലം. അപ്പൊ സമാധാന പ്രിയൻ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതേ ഡാറ്റയൊക്കെ വെച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ട് തീരില്ല നമുക്കത്. ട്രംപിന്റെ നോബൽ സമ്മാനം എന്നുള്ള ഒരു സമ്മാനം, അതായത് ട്രംപിന് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങൾ എല്ലായിടത്തും നിന്നും ചരടുവലികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് പുടിനും സമ്മതിക്കുന്നില്ല, നെതന്യാഹു സമ്മതിക്കുന്നില്ല. ഇതാണ് ദേഷ്യം. മോദിയാണെങ്കിൽ അപ്പൊ അവർ സമ്മതിക്കൂലെന്നറിയാം. അപ്പൊ എനിക്കൊന്നും പറയാം, നിങ്ങളെ യുദ്ധമൊക്കെ തീർന്നു, നമുക്കൊന്ന് ക്രെഡിറ്റ് തന്നാൽ മതി. യുദ്ധം തീർന്ന് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തീർന്നല്ലോ, ഇതെങ്കിലും തീർന്നു, അതിന്റെ ക്രെഡിറ്റ് താഴെ പ്ലീസ്. മോദി പറഞ്ഞു, ഒരുത്തനും പറഞ്ഞിട്ടല്ല ഇവിടെ എന്ന് പറഞ്ഞു. അതോടെ അതിന് ഇന്ത്യ താരിഫ് അടിച്ചു തന്നു. പിറ്റേ ദിവസം കൂടെ താരിഫ് വരും. അതാണ് പറഞ്ഞ കോടതികളൊക്കെ പറഞ്ഞ വ്യക്തിപരമായിട്ടാണ് ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നത് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും നോബൽ സമ്മാനമൊക്കെ നേടാൻ ഇനിയും ട്രംപ് ഒരുപാട് ജന്മം ജനിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് പുനർജന്മം ഇല്ല എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് പുനർജന്മം ഇല്ല. അതുകൊണ്ട് ട്രംപിന് നോബൽ സമ്മാനം എന്നുള്ളത് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല.